മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ്റെ തീരുമാനമെല്ലാം അറിയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ച് പോവുകയാണ്. കാരണം കണ്ണൻ്റെ സ്വത്തിൻ്റെ പാതിയെല്ലാം മഹിയുടെ പേരിലോട്ടാക്കിയെന്നും ഇനി ബാക്കിയുള്ള എന്ത് കാര്യത്തിനും മഹിയുടെ സൈനും കൂടെ വേണമെന്നെല്ലാം കേൾക്കുമ്പോൾ കരുണയും മറ്റുള്ളവരുമെല്ലാം ആകെ വല്ലാണ്ടായി പോകുന്നുണ്ട്. അപ്പോൾ കരുണയ്ക്കാണെങ്കിൽ വളരെ ദേഷ്യം വന്നിട്ട് ആ ദേഷ്യം മുഴുവൻ ഉണ്ണിയോടാണ് തീർക്കുന്നത്. ഉണ്ണീനെ പല കാര്യങ്ങൾ പറഞ്ഞ് തരം താഴ്ത്തി സംസാരിക്കുന്നുണ്ട് കരുണ. പിന്നീട് ഉണ്ണിയോട് പറയുന്നുണ്ട്, എൻ്റെ മുന്നിൽ നിന്നും മാറിപ്പോക്കോളൂ, അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയോട് വളരെ ദേഷ്യപ്പെടുന്നുണ്ട്. ഉണ്ണിയാണെങ്കിൽ കരുണയുടെ വാക്കുകളെല്ലാം കേട്ട് വളരെ അപമാനിതനായി അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് പ്രതാപനും വാമദേവനും മേഘനാഥനുമെല്ലാം ഒത്തുകൂടുന്നുണ്ട്. എന്നിട്ട് പ്രതാപം പറയുന്നുണ്ട്, ഇത്രയും കാലം കണ്ണൻ്റെ പേരിലാണ് സ്വത്തെന്ന് അറിഞ്ഞിട്ട് പോലും എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല, എനിക്കും എൻ്റെ മോൾക്കും. പിന്നീടാണ് ഇപ്പോൾ എല്ലാ സ്വത്തിൻ്റെ അവകാശി മഹാലക്ഷ്മിയായി മാറിയിരിക്കുന്നത്. എൻ്റെ മോൾ ഇതെങ്ങനെ സഹിക്കും? ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. ഇനി അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണെന്നും എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ അവനെ കൊല്ലുമെന്നും പ്രതാപം പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ പേരിൽ എന്നെ പോലീസ് പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേര് ഞാൻ ഒരിക്കലും പോലീസിൻ്റെ അടുത്ത് വെളിപ്പെടുത്തില്ല, ഞാൻ തന്നെ എല്ലാ കുറ്റങ്ങളും ഏറ്റെടുക്കുമെന്നുമെല്ലാം പ്രതാപൻ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നും പോവുകയാണ് പ്രതാപൻ. അപ്പോഴേക്കും വാമദേവനും മേഘനാഥനും കൂടെ പറയുന്നുണ്ട്, നന്നായി ആ കാര്യങ്ങളെല്ലാം അവൻ തന്നെ ഏറ്റെടുത്തോളും, അവൻ തന്നെ ജയിലിൽ പൊക്കോളും, എന്താണെങ്കിലും കണ്ണനെ കൊന്നതിൻ്റെ കുറ്റമെല്ലാം ഏറ്റെടുത്തതിന് ശേഷം നമ്മൾക്ക് മാത്രമാണ് ഇതിൻ്റെ ഒരു ഗുണം കിട്ടാൻ പോകുന്നതെന്ന് രണ്ടുപേരും കൂടെ ഇന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രതാപൻ കണ്ണനെ കൊല്ലാനുള്ള എല്ലാ ഏർപ്പാടുകളും ശരിയാക്കുന്നുണ്ട്. അത് നമ്മുടെ മാർക്കോയാണ് ഏൽപ്പിക്കുന്നത്. പക്ഷേ മാർക്കോക്ക് മനസ്സിലാകുന്നില്ല എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കൊട്ടേഷൻ കണ്ണനെ കൊല്ലാൻ വേണ്ടിയാണെന്നൊന്നും. അങ്ങനെ മാർക്കോവിനെ ഫോട്ടോ എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്രതാപൻ അപ്പോഴാണ് മനസ്സിലാകുന്നത് കണ്ണേട്ടനാണല്ലോ ഇതെന്ന് മനസ്സിലാകുന്നത്. അതിനുശേഷം മാർക്കോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇയാൾ തന്നെയായിരിക്കും കണ്ണൻ സാറിനെ കൊല്ലാൻ വേണ്ടി വൈദ്യരുടെ ഹോസ്പിറ്റലിൽ വെച്ച് ആളെ വിട്ടതെന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് മാർക്കോ. അങ്ങനെ ഇയാൾക്ക് നല്ലൊരു പണി കൊടുക്കണമെന്നെല്ലാം മാർക്കോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപന് മാർക്കോവിനെ കാണുമ്പോഴത്തേക്കും ഈ ഞാൻ പറഞ്ഞിട്ടുള്ള കൊട്ടേഷൻ നല്ല ഭംഗിയായിട്ട് തന്നെ ഇയാൾക്ക് ചെയ്യാൻ കഴിയുമെന്നൊക്കെ പ്രതാപന് തോന്നുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ മാർക്കോവിന് എല്ലാ നിർദ്ദേശങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓഫീസിലോട്ട് പോകുമ്പോൾ കാറ് തടഞ്ഞു നിർത്തി അവരെ രണ്ടുപേരെയും ബോധം കെടുത്തി വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് വേണം കൊല്ലാമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രതാപൻ മാർക്കോവിനോട്. അതനുസരിച്ച് മാർക്കോ അതെല്ലാം ചെയ്യാമെന്ന് ഏറ്റുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇനിയെങ്കിലും എൻ്റെ മോൾക്ക് കൊടുത്തിട്ടുള്ള വാക്ക് എനിക്ക് പാലിച്ച് കാണിക്കണമെന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ പ്രതാപൻ ഇരിക്കുകയാണ്. പിന്നീട് മേഘനാഥൻ കമലേശ്വരത്ത് ചെന്നിട്ട് ദുർഗയോടും മഞ്ജുവിനോടും കരുണയോടും ഉണ്ണിയോടുമെല്ലാമായിട്ട് പറയുന്നുണ്ട്, എന്താണെങ്കിലും എല്ലാവരും സമാധാനമായിട്ടിരുന്നോളൂ, ഏതെങ്കിലും അവനെ കൊല്ലാൻ ഏൽപ്പിച്ചിട്ടുള്ള ആളുടെ കൂടെ അവളെയും കൂടെ കൊണ്ടുപോകുമെന്നാണ് ഞാൻ തോന്നുന്നത്. കാരണം പ്രതാപങ്ങൾ നല്ല ഒരാളെ തന്നെയാണ് അവരെ രണ്ടുപേരെയും കൊല്ലാനായിട്ട് ഏർപ്പാടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനി എല്ലാവരും സമാധാനമായിട്ടിരുന്നോളൂ, ഇനി ആർക്കും അവരെ കൊണ്ടുള്ള ഒരു ശല്യവും ഉണ്ടാകുന്നില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ കരുണയ്ക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം മനസ്സിൽ വരുന്നു. കരുണയ്ക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും വളരെയധികം സന്തോഷമാകുന്നുണ്ട്. പിന്നീട് പ്രതാപൻ വീട്ടിൽ ചെന്ന് അമ്മയോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. അമ്മ, ഇനി നമുക്ക് പേടിക്കാനൊന്നുമില്ല, നല്ല ഒരാളെ തന്നെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാൻ. അതുകൊണ്ട് ഇനി ഒരിക്കലും ആ ഒരു ദൗത്യം അവൻ തന്നെ ഏറ്റെടുത്തോളും. ഇനി ഒരിക്കലും അത് മാറിപ്പോകില്ല, അവരെ ഈ പ്രാവശ്യം തീരുക തന്നെ ചെയ്യുമെന്നൊക്കെ അമ്മയോട് പറയുന്നുണ്ട്. എന്നാൽ മാത്രമേ എൻ്റെ മോൾക്ക് സമാധാനവും സന്തോഷത്തോടുകൂടി ഇനി ജീവിക്കാൻ പറ്റുള്ളൂ, അവരില്ലെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം ഇനി ഇവിടെ നടക്കുകയുള്ളൂ എന്നൊക്കെ അമ്മയോട് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. പിന്നീട് മാർക്കോയാണ് കാണിക്കുന്നത്. മാർക്കോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്താണെങ്കിലും എന്നെ തന്നെ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചത് നന്നായി, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോൾ കണ്ണസാറിൻ്റെ ജീവൻ തന്നെ അപകടത്തിലായേനെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലും കണ്ണൻ സാറിനെ രക്ഷപ്പെടുത്തും, അല്ലാതെ ഇവർ വിചാരിക്കുന്ന പോലെ ഞാൻ ഒരിക്കലും ഒരു ഉപദ്രവവും ഞാൻ ചെയ്യില്ല എന്നൊക്കെ മാർക്കോ മനസ്സിൽ കരുതിയാണ്. പിന്നീട് അവരുടെ വണ്ടി തടഞ്ഞു നിർത്തി അവരെ ബോധം കെടുത്തി മാർക്കോ അവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് രണ്ടുപേർക്കും ബോധം തെളിയുന്നുണ്ട്. അങ്ങനെ ബോധം തെളിഞ്ഞ് ഇവർ രണ്ടുപേരും മാർക്കോനെ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്.
അപ്പോൾ മഹാലക്ഷ്മി പറയുന്നു, കണ്ണേട്ട ഇയാൾ തന്നെയാണ് എന്നെ അന്ന് ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് പറയുന്നു. അപ്പോൾ കണ്ണനും പറയുന്നു, ഇയാൾ തന്നെയാണ് എന്നെയും രക്ഷപ്പെടുത്തിയതെന്ന് തോമസ് വൈദ്യൻ്റെ ഹോസ്പിറ്റലിൽ വെച്ച് എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും മാർക്കോയെ അവിടെ വെച്ച് കാണുകയാണ്. അങ്ങനെ തങ്ങളുടെ ജീവൻ രക്ഷിച്ച മാർക്കോനോട് ഒരു നന്ദി പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അപ്പോൾ മാർക്കോനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്തിനാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, എനിക്കൊരു കൊട്ടേഷൻ കിട്ടിയ പ്രകാരമാണ് നിങ്ങളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുന്നു. അത് തന്നിരിക്കുന്ന വേറെ ആരുമല്ല, പ്രതാപൻ എന്നൊരാളാണെന്ന് പറയുന്നുണ്ട്. അയാൾ തന്നെയാണ് അന്ന് കണ്ണൻ സാറിനെ ഹോസ്പിറ്റലിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചതും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു പോറൽ പോലും ഇല്ലാതെ തിരിച്ച് കമലേശ്വരത്ത് എത്തുന്നുണ്ട്. അത് കാണുമ്പോൾ അവിടെയുള്ളവരെല്ലാം വീണ്ടും ഞെട്ടുന്നുണ്ട്. അന്നേരം പ്രതാപനെ പിന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കണ്ണൻ. അങ്ങനെ ഇതിനു മുമ്പും പ്രതാപൻ പല പ്രാവശ്യവും കണ്ണനെ പല രീതിക്കും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അന്നേരമൊക്കെ മഹാലക്ഷ്മിയുടെ ഇടപെടൽ കൊണ്ട് അതെല്ലാം മാറിപ്പോയിരുന്നു. പക്ഷേ ഇനി അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് കണ്ണൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ കണ്ണൻ പോലീസിനെ കൊണ്ട് പ്രതാപനെ അറസ്റ്റ് ചെയ്യിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.